ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു അതിശയകരമായിട്ടുള്ള ഒരു അനുഭവമാണ് പറയുന്നത്. അനുഭവം എന്ന് വെച്ചാൽ പരിശുദ്ധ കുർബാന എന്ന മഹായാഗം മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും എത്രമാത്രം ഉപകാരപ്രദമുള്ളതാണ് എന്ന് എന്നെ മനസ്സിലാക്കാൻ, മനസ്സിലാക്കിയത് ലോകത്തിന് പങ്കുവെച്ചു കൊടുക്കാൻ എനിക്ക് കിട്ടിയ അനുഭവമാണ്. നവംബർ 13 ഉണ്ടായതാണ്. ഈ നവംബർ 13 അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഈ വീഡിയോ ഇങ്ങനെ അയക്കേണ്ട, ഇങ്ങനെ ഇടണ്ട എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ കർത്താവിൻ്റെ ശക്തമായിട്ടുള്ള സന്ദേശം കിട്ടിയത് കൊണ്ടാണ് ഞാനിത് ഇപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. കൂട്ടുകാരെ, ഇത് നവംബർ 13 ഉണ്ടായ ഒരു കാര്യമാണ്. നവംബർ 13 ഞാൻ നിങ്ങളോട് പങ്കുവെച്ചിട്ടുണ്ടോ? 13 ഇവിടെ ഒരു പ്രാർത്ഥന ഉണ്ട്. റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ രക്തക്കണ്ണീർ ജപമാല ചൊല്ലി, റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു പതിവ്. റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ രൂപം കിട്ടിയപ്പോൾ ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന ഉടനെ തുടങ്ങിയതാണത്. അപ്പോൾ ഈ 13 പ്രാർത്ഥന കഴിഞ്ഞ് അന്ന് വൈകുന്നേരം എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 37 വർഷം കഴിഞ്ഞു. ഞാൻ വിവാഹം കഴിച്ച് ചെല്ലുമ്പോൾ എൻ്റെ അമ്മായിയപ്പൻ ഇല്ല, മരിച്ചുപോയി. മരിച്ച് 8ാം മാസത്തിലാണ് ഞങ്ങളുടെ വിവാഹം. അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മായിയപ്പനെ കണ്ടിട്ടില്ല. അങ്ങനെയാണ് എൻ്റെ വിവാഹം നടന്നിപ്പോൾ 37 വർഷമായി. ഞാൻ അങ്ങനെ ഒരിക്കലും എൻ്റെ അമ്മായിയപ്പനെ ദർശനത്തിന് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഓപ്പറേഷന് വേണ്ടി ഞാൻ കിടക്കുമ്പോഴാണ് എൻ്റെ അമ്മായിയപ്പനെ ഞാൻ കാണുന്നത്, എൻ്റെ അമ്മായിയമ്മയെ ഞാൻ കാണുന്നതൊക്കെ. അപ്പോൾ എനിക്ക് സന്തോഷമായി. എൻ്റെ ഭർത്താവിൻ്റെ അപ്പന് വേണ്ടിയും ഭർത്താവിൻ്റെ വീട്ടുകാരിൽ ആരൊക്കെ മരിച്ചുകൊണ്ട് അവർക്കെല്ലാം വേണ്ടി ഞാൻ ഇടയ്ക്കിടെ കുർബാനകൾ അർപ്പിക്കും. പേര് പറഞ്ഞ് കുർബാന അർപ്പിക്കും. എന്നും അവരെ ഓർത്ത് പ്രാർത്ഥിക്കും. ഇതൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാറുള്ളതാണ്. പിന്നെ ഞാൻ ചെല്ലുമ്പോഴേ അപ്പൻ മരിച്ചത് കൊണ്ട് അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകില്ലല്ലോ. അപ്പോൾ എങ്കിലും ഞാൻ മരിച്ചുപോയ അപ്പന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, കുർബാനയും അർപ്പിക്കാറുണ്ട്. മരിച്ച ഡേറ്റിലും അല്ലാതെയും ഞാൻ കുർബാനകൾ അർപ്പിക്കാറുണ്ട്. ഈ നവംബർ 13 പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ഉറങ്ങാൻ സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് കിടക്കുകയാണ്. കർത്താവെ, ഇന്നത്തെ എല്ലാ സഹനങ്ങളും ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി, അതിൽ ഇന്ന ആളുകളെന്ന് പ്രത്യേകം എടുത്തു പറയും. നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മളറിയുന്നവരെയൊക്കെ നമ്മൾ എടുത്തു പറയണമല്ലോ. അങ്ങനെ പ്രാർത്ഥിച്ച് എടുത്തു പറയുകയാണ്. അങ്ങനെ ഞാൻ ഉറക്കത്തിലേക്ക് പോകാറാവുമ്പോൾ ഞാൻ എൻ്റെ അമ്മായിയപ്പനെ കാണുകയാണ്. അപ്പൻ വന്ന അടുത്ത് നിന്നിട്ട് പറഞ്ഞു, മോളെ, പരിശുദ്ധ കുർബാന അർപ്പിക്കാമോ എന്ന്. അപ്പോൾ ഇവിടെ കാര്യം സംഭവിക്കുന്നത്, എൻ്റെ ജീവിത പങ്കാളിയുടെ ഫ്രാൻസിസ് ഏട്ടൻ്റെ ജ്യേഷ്ഠൻ മരണത്തോട് അടുത്ത് കിടക്കുകയാണ്. കാരണം അധികം പ്രായമായിട്ടൊന്നുമല്ല, ആൾ വളരെ ഹെൽത്തി ആയിരുന്നു. പെട്ടെന്നാണ് ബ്രെയിനിൽ ഒരു പ്രശ്നമൊക്കെ വന്നു. അതിനുശേഷം അത് ക്യാൻസറാണെന്ന് അറിഞ്ഞു. അങ്ങനെ ആൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. എന്നെയൊക്കെ കാണാൻ വന്നത് അടുത്ത മാസങ്ങളിൽ 2-3-4 മാസം മുമ്പ് എൻ്റെ രോഗവിവരം കാരണം എന്നെ ഒന്ന് കാണാൻ വന്ന ആളാണ്. പിന്നീടാണ് ഇങ്ങനെ ഉണ്ടാകുന്നതും. ആൾക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസ് വന്ന് ആളുടെ ഓർമ്മ പോയി, ഒരു സൈഡ് പാരലൈസ്ഡായി. അങ്ങനെ ഒരു സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. ഞാൻ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവിൻ്റെ ഹിതം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 2 മാസമായെന്ന് തോന്നുന്നു, 2-3 മാസം കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. 2-3 മാസമായിട്ട് ഇതുപോലെയുള്ളൊരു ഇഷ്യൂ വന്ന് കിടപ്പന്നെ എപ്പോഴും ICUലാണ്, ഹോസ്പിറ്റലൈസ്ഡ് ICU, അങ്ങനെ മാറിയിരിക്കുക. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് നന്നായിട്ട്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഞാൻ അപ്പനെ കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നി, പലരും എന്നോട് ചോദിക്കാറുണ്ട്, നമ്മുടെ വീടുകളിൽ കാര്യങ്ങൾ നടക്കാണ്ടാകുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കൾക്ക് വേണ്ടി കുർബാന അർപ്പിച്ചാൽ മതിയോ, ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതിയോ, വീട്ടിലെ തടസ്സങ്ങൾ നീങ്ങോ, അല്ലെങ്കിൽ രോഗങ്ങൾ മാറിപ്പോകോ എന്നൊക്കെ സംശയം ചോദിക്കാറുണ്ട്. പ്രിയ സഹോദരങ്ങളെ, എനിക്ക് ഈ സംശയത്തിനൊന്നും എല്ലാത്തിനും ആധികാരികമായി മറുപടി പറയാനൊന്നും അറിയില്ല. പക്ഷേ പല കാര്യങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്, എന്തെങ്കിലും പ്രശ്നം പറയുമ്പോൾ ഈശോ തന്നെ കാണിച്ചു തരും, ഇന്ന ആള്
അപ്പോൾ മനസ്സിലായി അത് മരിച്ചു പോയത്. അപ്പോൾ ആ ആൾക്ക് വേണ്ടി കുർബാന അർപ്പിക്കുക. അപ്പോൾ ആ ആൾ ചിലപ്പോൾ കുർബാന കിട്ടാൻ വേണ്ടി അവിടെ കിടക്കുന്നുണ്ടായിരിക്കും, പാടുവീടുകൾ സഹിച്ച്. അപ്പോൾ ഈ ഒരു കുർബാന കിട്ടാൻ നമുക്ക് വല്ല വെളിപാട് തരുന്നതായിരിക്കാം. ഞാൻ ഒരിക്കലും പറയില്ല എല്ലാ വീടുകളിലെയും പ്രശ്നങ്ങൾ ശുദ്ധീകരാത്മാക്കൾക്ക് കുർബാന കൊടുത്താൽ മാറും എന്ന് ഞാൻ പറയുന്നില്ല. കാരണം അങ്ങനെ ഒരു ഇത് പറയാനായിട്ട് എനിക്ക് അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ ചില കാര്യങ്ങൾ ഈശോ സന്ദേശം തരും കുർബാന അർപ്പിക്കുകയെന്ന്. അപ്പോൾ പെട്ടെന്ന് അവർക്ക് വിടുതൽ കിട്ടുന്നത് കാണാം. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ ദണ്ഡവിമോചനങ്ങളും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കാൻ പറയുന്നത്. കാരണം അവർക്ക് അവിടെ എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ എല്ലാം ഇങ്ങനെ കാഴ്ചവെക്കുക. പരിശുദ്ധ അമ്മ അത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്തോളും. അപ്പോൾ അങ്ങനെ ഞാൻ ഈ 13-ാം തീയതി അപ്പനെ കാണണം, അപ്പം കുർബാന അർപ്പിക്കുക. അപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ തറവാട്ടിൽ ആരോ കുർബാന ആവശ്യമായിട്ട് ശുദ്ധീകരണത്തിൽ കിടപ്പുണ്ട്. അതാണ് ഇങ്ങനെ ഒന്നും അല്ലാത്ത രീതിയിൽ എന്താണെന്ന് തിരിച്ചറിയുന്നില്ല, അങ്ങനെ ഒരു പ്രശ്നത്തിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ വൈദ്യശാസ്ത്രത്തിന് ചെയ്യേണ്ടതൊക്കെ വൈദ്യശാസ്ത്രം ചെയ്തു കഴിഞ്ഞ് ഇനി ഒന്നും ചെയ്യാനില്ല. അത്രയ്ക്കേ ഉള്ളൂ മനുഷ്യൻ്റെ ബുദ്ധിയുടെ അവസാനത്തെ സ്റ്റേജ് എത്തുമ്പോൾ മനുഷ്യർക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനി ദൈവത്തിന് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ എന്താണ് ഇതിന് കാരണം എന്ന് ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ അപ്പൻ വരുന്നത്, എൻ്റെ ഭർത്താവിൻ്റെ അപ്പൻ. എന്നിട്ട് പറഞ്ഞു, എനിക്ക് കുർബാന അർപ്പിക്കാമോ? എനിക്ക് മനസ്സിലായി അപ്പന് കുർബാന ആവശ്യമുണ്ട്. ആ കുർബാന ആവശ്യമുണ്ട് എന്നുള്ളത് എന്നെ അറിയിക്കണം. അങ്ങനെ അറിയിച്ച് കുർബാന കിട്ടണം. അപ്പോൾ ഇവിടെ എന്തോ വിടുതൽ നടക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എവിടെയാണ് കുർബാന? നാളെ മുതൽ കുർബാന തുടങ്ങണം. 13-ാം തീയതിയാണ് ഇത് ഉണ്ടാകുന്നത്. 14-ാം തീയതി കഴിഞ്ഞ് 14-ാം തീയതി കുർബാനപ്പണം കൊടുക്കുക. എവിടെയാണ് കൊടുക്കേണ്ടത്? നാളെ മുതൽ തന്നെ കുർബാനപ്പണം കൊടുക്കണം. അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഇത്രയ്ക്ക് ഡീപ്പായിട്ട് ഇത്ര ആഴത്തിൽ ഇങ്ങനെ എനിക്ക് ആ കാര്യങ്ങൾ അറിയില്ലല്ലോ. ഇപ്പോഴാണ് ഈ ഗ്രിഗോറിയൻ കുർബാനയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങിയത്. അപ്പം ഞാൻ ഓർത്തു അപ്പന് വേണ്ടി ഗ്രിഗോറിയൻ കുർബാന അർപ്പിച്ചാലോ. അപ്പോൾ എനിക്ക് തോന്നി 37 വർഷമായിട്ട് മരിച്ചു പോയിട്ടുള്ള ആളല്ലേ, വേണ്ട, ഗ്രിഗോറിയൻ കുർബാനയല്ല ചൊല്ലേണ്ടത്. ഇനി 30 ദിവസം 30 കുർബാന അപ്പന് വേണ്ടി അടുപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ആ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാമല്ലോ. കൂട്ടുകാരെ, എനിക്കെപ്പോഴും രാവിലെ കുർബാനയ്ക്ക് പോകാറായിട്ടില്ല, എപ്പോഴും പോകാനായിട്ട് പറ്റില്ല. കുറേ ഏറെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. കാലത്ത് എഴുന്നേറ്റ് പോകാനും, ഞാൻ പറഞ്ഞല്ലോ കാലിന് സെൻസിങ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നം. ഭക്ഷണത്തിൻ്റെ ക്രമീകരണമാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം ആമാശയില്ലല്ലോ. അപ്പം അതുകൊണ്ട് കുറേ എനിക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, എങ്ങനെ കഴിക്കണം, എന്ത് കഴിക്കണം, അതൊന്നും രാവിലെ ചെയ്ത് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഉച്ചതിരിഞ്ഞുള്ള ഏതെങ്കിലും പള്ളികളിൽ കുർബാന ഉണ്ടെങ്കിൽ അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു, രാവിലെ ഞാൻ എപ്പോഴും എനിക്ക് അസുഖം വന്നതിൽ പിന്നെ ബെഡിലാണല്ലോ ഈ 10-11 മാസം ബെഡിൽ കിടക്കേണ്ട വന്നപ്പോൾ ഞാൻ ഈ കുർബാന കാണുന്നത് മൊബൈലിൽ അന്നത്തെ യൂട്യൂബിൽ വരുന്ന കുർബാനകളാണ്. ഞാൻ മിക്കപ്പോഴും കാണുന്നത് കൊരട്ടി സെയിൻറ്റ് ആൻ്റണീസ് ഷ്രൈൻ ഉണ്ടല്ലോ, അവിടെ എനിക്കൊരു ചെറിയ അറ്റാച്ച്മെൻ്റ് ആണ്. കാരണം വേറെ ഒന്നുമല്ല, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് കീമോതെറാപ്പിക്ക് വേണ്ടി പോകുമ്പോൾ ആവശ്യ റോളിലാണ് ഞാൻ പോകുക, കാറിൽ കിടന്ന്. അപ്പോൾ കൊരട്ടി ഷ്രൈൻ എത്തുമ്പോൾ എഴുന്നേൽക്കൊന്നുമില്ല. ഞാൻ പറയും, അന്തോണിസ് പുണ്യാള കയ്യിലിരിക്കുന്ന ഈശോയോട് പറയണം കീമോ പ്രശ്നമൊന്നുമില്ലാതെ എനിക്ക് സഹിക്കാൻ പറ്റാവുന്ന വേദനയോട് കൂടി കടന്നു പോകാൻ. ഞാൻ ജീവനോട് തിരിച്ചു വരാണെങ്കിൽ ഈ ഷ്രൈനിൽ ഞാൻ വരും എന്ന്. അങ്ങനെ ഞാൻ എല്ലാ കീമോയ്ക്കും പറയാറുണ്ട്. അതുകൊണ്ട് ആ പള്ളിയായിട്ടൊരു ബന്ധമുണ്ട്. ഞാൻ അവിടെ പോയിരുന്നു എൻ്റെ അസുഖത്തിൻ്റെ കീമോതെറാപ്പി കഴിഞ്ഞപ്പോൾ. അങ്ങനെ ഞാൻ പോയി ആ പള്ളിയിൽ കുർബാനയ്ക്ക് പണം കൊടുക്കാം. അപ്പം എങ്ങനെ കൊടുക്കും നോക്കിയപ്പോൾ അടുത്ത ആളെ വിളിച്ചപ്പോൾ വെബ്സൈറ്റിൽ കയറിയിട്ട് കുർബാന പണം കൊടുക്കാം, നമുക്ക് അയക്കാം. അപ്പോൾ 30 ദിവസം അവിടെ ഞായറും ചൊവ്വയും ഒഴിച്ചുള്ള എല്ലാ ദിവസങ്ങളിലും ഈ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പം ഞാൻ ഓർത്തു, ഞാൻ ആ കുർബാനയാണ് എല്ലാ ദിവസവും 6:30-ക്ക് വീട്ടിലിരുന്ന് കാണാറ്. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി ചെയ്യാറുണ്ട്. 6 മണിക്ക് പരിശുദ്ധ മഞ്ഞുമാതാവിൻ്റെ പള്ളിയിൽ കുർബാനയുണ്ട്. അപ്പോൾ ആരോഗ്യത്തോടു കൂടി എഴുന്നേറ്റ് കിടക്കുന്നുണ്ടെങ്കിൽ മഞ്ഞുമാതാവിൻ്റെ കുർബാനയും വെക്കും.
അപ്പം ഞാനിതിൻ്റെയൊക്കെ ഓരോ നിയോഗങ്ങൾ വയ്ക്കും. അത് എങ്ങനെയാണ് അതിൻ്റെ ആ കാര്യങ്ങൾ കിടക്കുന്നത്, എത്രത്തോളം ഫലം കിട്ടും, അതൊന്നും ഞാൻ നോക്കാറില്ല. എന്തായാലും കിടക്കുമ്പോൾ പരിശുദ്ധ കുർബാനയുടെ ആ ഒരു അന്തരീക്ഷത്തിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാലോ. അങ്ങനെ മഞ്ഞുമാതാവിൻ്റെ അടുത്ത് ഞാൻ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടിയും കൊരട്ടി ശ്രേണിയിൽ കാണുമ്പോൾ ഞാനത് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും കാഴ്ചവെക്കും. പിന്നെ ഉച്ചതിരിഞ്ഞ കുർബാനയ്ക്ക് ശരിക്കും പോകാൻ പറ്റിയാൽ നന്നായി, പറ്റിയില്ലെങ്കിൽ പറ്റിയില്ല, ഇത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഈ 14-ാം തീയതി മരുമകളോട് പറഞ്ഞു, മോളെ ഒരു 30 ദിവസത്തെ കുർബാന നമ്മുടെ അപ്പാപ്പന് വേണ്ടി ചൊല്ലിക്കണം. അപ്പം നീ അത് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്ക്. അപ്പോൾ കൊരട്ടി ശ്രൈൻ്റെ വെബ്സൈറ്റ് എടുത്തിട്ട് അതിൽ പണം അയക്കാം. അതൊക്കെ എൻ്റെ മരുമകളാണ് ചെയ്യുന്നത്. എനിക്കിതൊന്നും അറിയില്ല. അപ്പം അങ്ങനെ 15-ാം തീയതി രാത്രി 9:20 കുർബാന പണം അവിടെ കൊടുക്കുന്നത്. അപ്പോൾ അവർ മെസ്സേജ് ഇട്ടു, നാളെ മുതൽ പുലർച്ചയ്ക്കാണ്, പിറ്റത്തെ ദിവസം 16-ാം തീയതി പുലർച്ചെ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കൊരട്ടി ശ്രൈൻ്റെ ഹോളി മാസ് 6:30 എടുത്ത് നോക്കിയാൽ ഞാൻ ഈ പറയുന്ന കാര്യം സത്യമാണെന്ന് തെളിയും. കാരണം 16-ാം തീയതി 15-ാം തീയതി ഞാൻ പൈസ അയക്കുന്നു, 16-ാം തീയതി പുലർച്ചെ മെസ്സേജ് വന്നു, ഇന്നു മുതൽ കുർബാന തുടങ്ങുന്നുണ്ട് എന്ന്. പ്രിയ കൂട്ടുകാരെ, ഞാൻ അന്ന് 16-ാം തീയതി രാവിലെ ഞാൻ കുർബാന വെച്ചു. അപ്പോൾ അച്ഛൻ അതിൽ പറയുന്നുണ്ട് അവസാനത്തിൽ, ആളൂക്കാരൻ ഈനാശുവിൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന്. എൻ്റെ അമ്മായിയപ്പൻ്റെ പേരാണ് ഈനാശു. അങ്ങനെ ഞാൻ ആ കുർബാന കൂടി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം കുർബാന പണം കൊടുത്ത് പിറ്റേ ദിവസം തന്നെ അൾത്താരയിൽ പറയാനായിട്ട്, അൾത്താരയിൽ ഒരു പുരോഹിതൻ പറയുന്നത് സ്വർഗത്തിലും പറയുന്നത് പോലെ, സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ അഴിച്ചാൽ സ്വർഗത്തിലും അഴിക്കപ്പെടും. അപ്പോൾ ഒരു പുരോഹിതൻ, വിശുദ്ധനായൊരു പുരോഹിതൻ അൾത്താരയിൽ നിന്ന് ഈ ആത്മാക്കൾക്ക് വേണ്ടിയും മറ്റു നിയോഗങ്ങൾക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ ഫലം കിട്ടും. അതിൽ ഒരു തർക്കവുമില്ല. പരിശുദ്ധ കുർബാനയിലാണ് ഏറ്റവും വലിയ അത്ഭുതം നടക്കുന്നത്. വേറെ എവിടെയും ഓടി നടക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഇടവക പള്ളികളിൽ നടക്കുന്ന പരിശുദ്ധ കുർബാന, അതർപ്പിക്കുന്ന അച്ഛൻ്റെ യോഗ്യതയൊന്നും നിങ്ങൾ നോക്കിയിരിക്കേണ്ട, നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഈശോ അർപ്പിക്കുന്ന ബലി എന്ന് വെച്ച് നമ്മൾ ആ കുർബാന അർപ്പിച്ചാൽ വലിയ അത്ഭുതങ്ങളാണ് നടക്കുക എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയതാണിത്. അങ്ങനെ ഞാൻ പണം അയച്ച് ആ കുർബാന കണ്ടു, എനിക്ക് സന്തോഷമായി. അപ്പം ഞാൻ ആദ്യത്തെ കുർബാന എത്തി. ഞാൻ എൻ്റെ അമ്മായിയപ്പനോട് പറഞ്ഞു, എൻ്റെ മനസ്സിൽ, അല്ലാതെ ആള് വന്നു നിന്ന് ആളോട് സംസാരിക്കുന്നതൊന്നുമല്ല, ആള് സംസാരിച്ചത് കുർബാന കൊടുക്കുമോ എന്നാണ്. കുർബാന കൊടുത്തപ്പോൾ ഞാനിങ്ങനെ ഈശോയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചു, ഈശോയെ ഈ കുർബാന അർപ്പിച്ചത് ഈ ശുദ്ധീകരാത്മാവായിട്ട് പോയി എൻ്റെ അമ്മായിയപ്പന് ഫലം നൽകിയിട്ടുണ്ടെങ്കിൽ അപ്പനോട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം അതിൻ്റെ അടയാളം, അപ്പൻ്റെ മകൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്, ആ മകനിലൂടെ എനിക്ക് അടയാളം തരണം. അല്ലാതെ എനിക്ക് ഈ കുർബാന ഇങ്ങനെ 37 വർഷമായിട്ട് അർപ്പിച്ചിട്ട് ഒന്നും അടയാളം കിട്ടില്ലെങ്കിൽ വലിയ ഫലമൊന്നും ഉണ്ടായില്ല, അല്ലെങ്കിൽ അപ്പൻ്റെ പാപകർമ്മത്തിനത് പോരാ എന്നൊക്കെയുള്ള തോന്നലുകളുണ്ട്. അതുകൊണ്ട് എനിക്കൊരു അടയാളം വേണം. ഈ കുർബാന അപ്പന് ഫലം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈശോയോട് പറഞ്ഞു, ഈശോയെ നീ അനുവാദം കൊടുക്കണമേ ഈ ഒരു അടയാളം തരാനായിട്ട്. ഞാൻ അടയാളം ചോദിച്ചത് അപ്പൻ്റെ മകന് വേണ്ടിയാണ്. പ്രിയ സഹോദരങ്ങളെ, എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല. അന്ന് കുറച്ച് നേരം കഴിഞ്ഞ് പകൽ സമയത്ത് എൻ്റെ ഭർത്താവിൻ്റെ 3ാമത്തെ പെങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞതാണ് അവരുടെ സഹോദരൻ മരിച്ചു എന്ന്, ഈശോയുടെ അടുത്തേക്ക് പോയി എന്ന്. എനിക്കിത് വലിയൊരു അനുഭവമായിട്ട് മാറി. അനുഭവം കാരണം പരിശുദ്ധ കുർബാനയുടെ ആ പ്രത്യേകത, ആ അത്ഭുതം കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തരാൻ, ഇങ്ങനെ കർത്താവ് ഇവിടെ പ്രവർത്തിച്ചല്ലോ എന്നോർത്ത് എൻ്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. കാരണം ഞാൻ കുറേ ദിവസങ്ങളായി ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ ഓർക്കുകയാണ്, ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി നമ്മൾ കുർബാന അർപ്പിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ വീട്ടിൽ നടന്നിരിക്കും. അത് നടക്കാതെ പോവില്ല. കാരണം നമ്മൾ അർപ്പിക്കുന്ന ഓരോ കുർബാനയ്ക്കും, ഓരോ ത്യാഗപ്രവൃത്തിക്കും, ഓരോ ദാനധർമ്മത്തിനും വലിയ വിലയുണ്ട്. ഓരോ സഹനത്തിനും, ഓരോ വേദനകൾക്കും. നമ്മൾ ക്യാൻസർ വന്നു സഹിക്കുമ്പോൾ പലരും പല അഭിപ്രായം പറയും. ചെയ്തു വെച്ചിട്ടുള്ള പണികളുടെ ഫലമാണ് ഈ കാണുന്നത്.
ചിലർ പറയും അങ്ങനെ കുറച്ച് പ്രാർത്ഥന കൂടുതലായിരുന്നു, പ്രാർത്ഥിച്ച് ഇപ്പം എന്തായി എന്ന് ചോദിക്കും. ഇങ്ങനത്തെ കുറേ അപവാദങ്ങൾ കേൾക്കും. പിന്നെ ചിലർ പറയും ഭയങ്കര കൽപ്പനകൾ ലംഘിച്ചിട്ടുണ്ട്, വൃത്തികേടുകൾ കാണിച്ചിട്ടുണ്ട്, അങ്ങനെ വ്യഭിചാരം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കട്ടെടുത്തിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നം. പല വ്യാഖ്യാനങ്ങളാണ്. കാരണം ഇന്ന് പലർക്കും സന്ദേശങ്ങളും ദർശനങ്ങളും കിട്ടുന്നുണ്ടല്ലോ. അപ്പം അത് പലതരത്തിൽ വ്യാഖ്യാനിക്കും. പക്ഷേ ഇതൊന്നുമല്ല പ്രധാനം. നമ്മുടെ ഹൃദയം എങ്ങനെയാണ് ഈ കുർബാനയിലായിരിക്കുന്നത്, നമ്മുടെ ഹൃദയം എങ്ങനെയാണ് ഈശോയെ കാണുന്നത്, അവിടെ അത്ഭുതം നടക്കും. ഞാനപ്പോൾ നമുക്ക് ദൈവം തരുന്ന സഹനങ്ങൾ, ഈ സഹനങ്ങൾക്കൊക്കെ മറ്റുള്ളവർ ദുർവ്യാഖ്യാനം നൽകും. ചിലപ്പോൾ നമ്മുടെ തന്നെ പാപം കൊണ്ടായിരിക്കാം, മനുഷ്യരല്ലേ, നമ്മുടെ പാപം കൊണ്ടായിരിക്കും. ഞാൻ എപ്പോഴും പറയും, എൻ്റെ പാപത്തിൻ്റെ പിഴയാണ് എനിക്ക് വരുന്നിട്ടുള്ള അനർത്ഥങ്ങൾ. ഞാനപ്പോൾ കൂടുതൽ മാപ്പ് ചോദിക്കണം, ഞാൻ കൂടുതൽ എളിമപ്പെടണം. ഇനി അതല്ല, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിലോ അത് വലിയ മഹത്വമല്ലേ, അതും നമ്മൾ സഹിക്കണം, സന്തോഷത്തോടെ സഹിക്കണം. ഏത് തരത്തിലുള്ള സഹനായാലും നമ്മൾ സന്തോഷത്തോടെ സഹിച്ച് ദൈവസന്നിധിയിലേക്ക് പരിശുദ്ധ അമ്മ വഴി കാഴ്ചവെച്ചാൽ വലിയ അത്ഭുതങ്ങൾ നടക്കും. അങ്ങനെ ഞാൻ ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും അത് തലേ ദിവസം 9:20 കൊടുത്ത് അയച്ചത്, അത് പിറ്റത്തെ ദിവസത്തേക്ക് തന്നെ കുർബാന കിട്ടി 6:30 മണി സമയത്ത് ആ കുർബാന നടത്തപ്പോൾ ഞാൻ ചോദിച്ച അടയാളം ഇതാണ്: അപ്പൻ്റെ മകന് വേണ്ടിയിട്ട് എനിക്ക് ഈ അടയാളം കിട്ടണമെന്ന്. പ്രിയ കൂട്ടുകാരെ, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമാണ്. ഇപ്പോൾ പരിശുദ്ധ കുർബാനയുടെ മഹത്വം ആലോചിച്ചിട്ടാണ് എനിക്ക് ഈ സന്തോഷം വരുന്നത്. ഞാൻ ഈ വീഡിയോ ഇടുന്നത് തന്നെ ആരെങ്കിലും കുർബാന പോട്ടെ ഇന്ന് എന്ന് വിചാരിച്ച് മിസ്സാക്കരുത്. നമ്മൾ ഭൂമിയിൽ അർപ്പിക്കുന്ന ഓരോ പരിശുദ്ധ കുർബാനയും എന്തുമാത്രം വിലയുള്ളതാണെന്ന് ശുദ്ധീകരണ സ്ഥലത്ത് ചെല്ലുമ്പോഴേ അറിയുള്ളൂ. ഞാൻ കാണുന്ന ആത്മാക്കൾ മുഴുവൻ എന്നോട് പറയുന്നത് കുർബാന വേണം, ഐ വോണ്ട് ഹോളി ബ്ലഡ്, എനിക്ക് തിരുരക്തം വേണം എന്നാണ് പറയുന്നത്. ഈ തിരുരക്തം എവിടുന്ന് കിട്ടുക? ഒരു ബ്രദറിരുന്ന് പ്രാർത്ഥിച്ചിട്ട് തിരുരക്തം ഒഴുകണേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒഴുകൊന്നുമില്ല. തിരുരക്തം ഒഴുകുന്നത് പരിശുദ്ധ കുർബാനയിൽ അഭിഷിക്ത പുരോഹിതർ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും പിതാവായ ദൈവത്തിന് പരിഹാര ബലിയായി കാഴ്ചവെക്കുന്ന ഈശോയുടെ ബലിയിലാണ് തിരുരക്തം ഒഴുകുള്ളൂ. അല്ലാതെ കുറെ ചേച്ചിമാരും ചേട്ടന്മാരും ഇങ്ങനെ എന്നിട്ട് കൈവച്ച് തിരുരക്തം ഒഴുകണേ എന്ന് പറഞ്ഞാൽ തിരുരക്തം ഒന്നും ഒഴുകില്ല. കുർബാന ആ മകന് വേണ്ടി സമർപ്പിക്കണം. എന്നിട്ട് ആ കുർബാന കുർബാന പണം കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ കുർബാനയൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ അലസമായിട്ടിരുന്നാൽ അതിന്റെ ഫലം കുറയും. നമ്മൾ പൈസ കൊടുത്ത് കുർബാനപ്പണം എവിടെയെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മളും എവിടെയെങ്കിലും കുർബാന കണ്ട് ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ അത്ഭുതങ്ങൾ നടക്കും എന്നുള്ളതിൻ്റെ ഉത്തമ തെളിവാണ് എൻ്റെ ഈ ദിവസങ്ങളിൽ 16-ാം തീയതി ഉണ്ടായ അത്ഭുതം. പ്രിയ സഹോദരങ്ങളെ, ഞാനിത് വീണ്ടും നിങ്ങളോട് പറയുന്നത്, ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി കുർബാനപ്പണം കൊടുക്കുന്നത് വല്ല കാര്യമുണ്ടോ ചേച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ വീഡിയോ ഇടുന്നത്? ചിലരെങ്കിലും തമാശയ്ക്ക് പറയും, ഈ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടിയിട്ട് അത് ഇത് ചെയ്യുന്നു, അതിനൊക്കെ വല്ല ഫലമുണ്ടോ? അങ്ങനെ ചോദിച്ചവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. മരിച്ചു പോയവർ അങ്ങനെ അങ്ങോട്ട് പോയി, അവരെ തള്ളിക്കളയാൻ പറ്റില്ല. ചിലർ പറയുന്നത് മരിച്ചു പോയില്ലേ, അത് പോയി, ഇനിയിപ്പോൾ അവർ കിടന്ന് അനുഭവിക്കട്ടെ. ഒരിക്കലും ഇല്ല. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, മരിച്ചു പോയവർക്ക് വേണ്ടി നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ അവർക്ക് അവിടെ ആശ്വാസം കിട്ടും. അത് സഭയുടെ നിയമമാണ്. എൻ്റെ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ടോക്കുകളിലൊക്കെ ഞാൻ പറയാറുണ്ടല്ലോ, ഓരോ വിശുദ്ധർക്കൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ട് എനിക്ക് കുർബാന വേണം. വിശുദ്ധ പാദ്രി പിയോന്റെ ജീവിതത്തിൽ തന്നെ നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു കുർബാന അർപ്പിക്കുമോ എനിക്ക് എന്ന് ചോദിച്ചിട്ടാണ് ആ ബ്രദറായിരിക്കുന്ന ഉടുപ്പിട്ട ആള് പാദ്രി പിയോന്റെ അടുത്തേക്ക് വന്നത്. അപ്പോൾ ഒരു കുർബാന കിട്ടിയാൽ രക്ഷപ്പെടാവുന്ന തരത്തിലുണ്ടാവും അവിടെ. അല്ലെങ്കിൽ ഒരുപാട് കുർബാനകൾ അർപ്പിക്കുമ്പോഴേ രക്ഷപ്പെടൂ എന്നുള്ള നിലയിലുള്ള സ്റ്റേജിൽ കിടക്കുന്നവരുണ്ടാവും. ചിലർക്ക് ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ഈ ആത്മാവിന് വേണ്ടി കാഴ്ചവെച്ചാൽ മതി, ചിലപ്പോൾ അത് രക്ഷപ്പെടും. കാരണം അതിൻ്റെ സഹനങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നിന്ന് മരിച്ചുപോയ ആളുകൾ ചിലരൊക്കെ പറയുന്നുണ്ട്, നരകത്തിൽ പോയിട്ടുള്ള ആളുകൾ രക്ഷിക്കാൻ പറ്റുമോ, അതുപോലെ സ്വർഗത്തിലെത്തിയിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ പറയരുത്. കാരണം സ്വർഗത്തിലെത്തി ചാവറപ്പിതാവിൻ്റെ ആത്മാനുതാപത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ പിന്നീട് ആ വീഡിയോ നിങ്ങൾക്ക് ഇട്ടുതരാം. സ്വർഗത്തിൽ പോയി എന്ന് പറഞ്ഞിട്ട് ആർക്കാണ് ശരിയായിട്ടുള്ള വിഷൻ കിട്ടുന്നത്? ഇന്നാൾ സ്വർഗത്തിലാണ്, ഇന്നാൾ നരകത്തിലാണ് എന്ന് പറയാനായിട്ട് ഒരിക്കലും പറ്റില്ല. കാരണം മരിക്കുന്ന സമയത്ത് ആ മനുഷ്യന്റെ മനസ്സിൽ എത്രമാത്രം അനുതാപം വന്നിട്ടുണ്ടെന്നുള്ളത് മനുഷ്യർക്ക് അറിയില്ല, ജീവിച്ചിരിക്കുന്നവർക്ക്. അത് ദൈവത്തിനെ അറിയുള്ളൂ. അതുകൊണ്ട് ദൈവം, എനിക്ക് തോന്നുന്നത്, ഒട്ടുമിക്ക ആളുകളെയും അനുതാപം വന്നവരെ
ദൈവം നരകത്തിലേക്ക് തള്ളിക്കളയില്ല. ഞാൻ വിചാരിക്കുന്ന അവസാന കാലത്താണ് നരകവും സ്വർഗവും ഒക്കെ ഉണ്ടാകുക. അതുവരെ നരകതുല്യമായ സ്ഥലം, സ്വർഗതുല്യമായ സ്ഥലം. കാരണം സ്വർഗവും നരകമൊക്കെ ഇപ്പം തന്നെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അന്ത്യവിധിയുടെ കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നതും വിശ്വസിക്കുന്നതും ഇത് തന്നെയാണ്. ആരും നരകത്തിൽ പോയിട്ടില്ല. നരകതുല്യമായ സ്ഥലത്ത് കിടക്കുന്നുണ്ടാകും. അവരെ നമുക്ക് രക്ഷപ്പെടുത്താം എന്തെങ്കിലുമൊക്കെ പ്രായശ്ചിത്ത പ്രവൃത്തികളും കുർബാനകളും അർപ്പിച്ചിട്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി ലൂസിഫറിന്റെ സ്ഥലത്തേക്ക് ഒരു നന്മയും ഇല്ലാതെ പോയവരുണ്ടെങ്കിൽ അതെനിക്കറിയില്ല. അതൊക്കെ ഈ നിയമപ്രകാരം ഈശോയുടെ ഹിതപ്രകാരം നടക്കട്ടെ. എന്തായാലും പ്രിയ കൂട്ടുകാരെ, നമ്മൾ എല്ലാവരും ശുദ്ധീകരണ സ്ഥലത്താണ് കിടക്കുന്നത് എന്ന് ഓർത്തിട്ട് തീക്ഷ്ണതയോടുകൂടി അവർക്ക് വേണ്ടി കുർബാന അർപ്പിച്ച് ദാനധർമ്മം നടത്തി അവർക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുത്ത് അവരെ രക്ഷപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം. അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ എന്നാണ് തിരുവചനം പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധ കുർബാനയിലേക്ക് ഓടി അണയാം. വേറെ എവിടെയും പോകണ്ട. ഇനി ധ്യാന കേന്ദ്രത്തിൽ പോയിട്ട് ഇന്ന മലമുകളിൽ പോയിട്ട് കുർബാന കൂടാൻ വേണ്ട. നമ്മുടെ ഇടവകപ്പള്ളിയിൽ നടക്കുന്ന പരിശുദ്ധ കുർബാന തന്നെയാണ് എല്ലായിടത്തും നടക്കുന്നത്. എനിക്കൊക്കെ എൻ്റെ ഇടവകപ്പള്ളിയിൽ പോയിരുന്നാൽ മതി, അത്ര സന്തോഷമാണ്. പക്ഷെ കാലത്ത് കുർബാനയ്ക്ക് പോകാനുള്ള ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് വേറെ വേറെ പള്ളികളിൽ പോകുന്നു. നമ്മുടെ ഇടവകപ്പള്ളിയിലുള്ള മാതാവുണ്ട്. ആ മാതാവ് തന്നെയാണ് എല്ലായിടത്തും ഉള്ളത്. ഒരേ ശക്തിയാണ് ആ മാതാവിന്. എവിടെ പോയിരുന്നാലും നമ്മൾ യോഗ്യതയില്ലാതെ വിളിക്കുമ്പോഴാണ് ശക്തി കുറയുന്നത്. അതുകൊണ്ടാണ് കുറേ സെന്ററുകളിൽ ചെല്ലുമ്പോൾ അവിടെ ശക്തി കൂടുന്നത്. കാരണം അവിടെ ചെല്ലുമ്പോൾ തിരിച്ചറിവ് നൽകും. നിങ്ങളുടെ തെറ്റുകൾ ഇതാണ്, ഇതൊക്കെ മാറ്റിയിട്ട് വരാൻ പറയും. അതുകൊണ്ട് അവിടെ അനുഭവങ്ങൾ കൂടുതലാകുന്നതന്നേ ഉള്ളൂ. ഏറ്റവും അത്യാവശ്യം വേണ്ടത് നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിച്ചിട്ട് പരിശുദ്ധ കുർബാന നമ്മുടെ ഇടവകപ്പള്ളിയിൽ പോയിട്ട് അർപ്പിക്കുക. അപ്പോൾ കാണാം അതിൻ്റെ ഫലം. ഞാൻ ഈ കൊരട്ടി ഷ്രൈനിൽ കൊടുത്തത് അതെനിക്ക് അത് ഗൂഗിൾ പേ ചെയ്യാനുള്ള സൗകര്യം അവിടെയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തത്. നമ്മുടെ ഇടവകപ്പള്ളിയിൽ കൊടുത്താൽ മതി, അവിടെ സ്വീകരിക്കുമെങ്കിൽ. ഓരോരുത്തർക്കും ഓരോ കണ്ടീഷൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് പ്രിയ കൂട്ടുകാരെ, പരിശുദ്ധ കുർബാന എന്ന യാഗബലിയെ മറക്കല്ലേ. അത് നമുക്ക് വേണ്ടിയും നമ്മുടെ തലമുറയായിട്ട് മരിച്ചു പോയിട്ടുള്ളവർക്ക് വേണ്ടിയും നിങ്ങൾ കാഴ്ച സമർപ്പിക്കണം. 38 കൊല്ലമായിട്ടുള്ള എൻ്റെ അമ്മായിയപ്പൻ ഇപ്പോഴും കുർബാന വേണമെന്ന് പറയുമ്പോൾ ഫാത്തിമയിൽ അമ്മ പറഞ്ഞ കാര്യം വീണ്ടും ഞാൻ എടുത്തു പറയാണ്. ലൂസിയ ജസീന്ത ഫ്രാൻസിസ്കോയോട് അവരുടെ ഒരു ഫ്രണ്ട് മരിച്ചിട്ട് 19 വർഷമായിട്ടുള്ള 19 വയസ്സുള്ളൊരു കുട്ടി മരിച്ചു. അവരുടെ ഫ്രണ്ടാണ്. പേര് ഞാൻ കൃത്യം ഓർക്കുന്നില്ല, ലിയോണിന്നോ അങ്ങനെ എന്താണ് പേര്. അപ്പൊ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ മാതാവേ ഞങ്ങളുടെ ഫ്രണ്ട് എവിടെയാണ് കിടക്കുന്നത്? അമ്മ പറഞ്ഞു അവൾ ശുദ്ധീകരണ സ്ഥലത്തുണ്ട്. അമ്മ അവൾ എത്ര നാൾ കിടക്കും എന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധ അമ്മ ഒരു മിനിറ്റ് വിഷമിച്ചു നിന്നു. എന്നിട്ട് പറഞ്ഞു, ഒരു പക്ഷേ ലോകാവസാനം വരെ. ഫാത്തിമയിൽ കൊടുത്ത ദർശനമാണ് ഇട്ടത്. ഇത് ആലിസേച്ചിക്ക് കിട്ടിയ ദർശനമല്ല. 19 വയസ്സുള്ള കുട്ടി ഒരു പക്ഷേ ലോകാവസാനം വരെ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കും എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ചിന്തകളും ആ ഒരു ദർശനം നല്ല സാമ്യമുണ്ട്. ഞാനും അങ്ങനെയാണ് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ലോകാവസാനം വരെ ശുദ്ധീകരണ സ്ഥലത്ത്. ലോകാവസാനത്തിന് മാത്രമേ നരകത്തിൽ പോകാൻ പാടുള്ളൂ. അത്രത്തോളം കിടന്നിട്ടും ശുദ്ധീകരണ സ്ഥലത്ത് എത്തിയാൽ രക്ഷപ്പെട്ടു, ശുദ്ധീകരണം പൂർത്തിയാക്കും. ആരും നരകത്തിൽ പോകാതിരിക്കട്ടെ, നരകത്തിന് നിബന്ധിക്കുന്നത് കാണാതിരിക്കട്ടെ. അങ്ങനെയാണല്ലോ ഫൗസ്റ്റീനാമ്മയ്ക്കും ഒരു ദർശനത്തിൽ വാസുലാറീഡന് ഒക്കെ കർത്താവ് പറയുന്നുണ്ട്, നീ കാണുന്നത് നരകത്തിന്റെ ഛായാദർശനം മാത്രം, ഇത് വരാനിരിക്കുന്നതാണ്. ഈ നരകത്തിലെ മനുഷ്യാത്മാക്കൾ വീഴുന്നത് കാണിച്ചു കൊടുക്കുമ്പോൾ ഇവരിങ്ങനെ വീഴാൻ പോകുന്നു, അല്ലെങ്കിൽ ഇവർ നരകതുല്യമായ അവസ്ഥയിലാണ്. പ്രാർത്ഥിക്ക്, പരിഹാരം ചെയ്യേ, പശ്ചാത്തപിക്ക്, അനുദപിക്ക് എന്നൊക്കെ മാതാവ് പറയുന്നത്. പരിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കുക. നരകത്തിൽ ആരും നിബന്ധിക്കാതിരിക്കാനാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നതാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് 38 കൊല്ലമായില്ലേ, 50 കൊല്ലമായില്ലേ, 70 കൊല്ലമായില്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. കാരണം അവർക്ക് വേണ്ടി ആരും പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടി ഇപ്പോഴാണ് കുർബാന കിട്ടുക. ഈ വലിയ അത്ഭുതം നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഞങ്ങളുടെ സഹോദരൻ്റെ ബോഡി ഇപ്പോഴും വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അത് ഫ്യൂണറലിൽ ചൊവ്വാഴ്ചയായിരിക്കും നടക്കുക എന്ന് വിചാരിച്ചിരിക്കുന്നു. അറിയില്ല, അതിന് മാറ്റങ്ങളുണ്ടാകാം. ബന്ധുക്കളും മക്കളൊക്കെ വരണമല്ലോ. പ്രിയ സഹോദരങ്ങളെ, എനിക്കിത് ലോകത്തോട് പറയാനായിട്ട് എൻ്റെ മനസ്സിങ്ങനെ വെമ്പലുകൊള്ളാം. ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ ഞാനിത് പറയണോ എന്ന്.
പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്കറിയാലോ എൻ്റെ ലൈഫ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ദൈവത്തിനേ അറിയുള്ളൂ. എല്ലാവർക്കും അറിയാവുന്ന പോലെ മാരകമായിട്ടുള്ള ക്യാൻസർ രോഗമാണ് എനിക്കുള്ളത്. അത് ഓപ്പറേഷൻ കഴിഞ്ഞു. വലിയ മരുന്നുകളൊന്നും ഇപ്പോൾ ചെയ്യാതെ ഞാനിങ്ങനെ നടക്കുകയാണ്. കാരണം മരുന്നൊന്നും എൻ്റെ ശരീരത്തിന് പറ്റില്ല. അതുപോലെ തന്നെയാണ് എൻ്റെ ജീവിത പങ്കാളിയും. വലിയൊരു ബോംബ് ഉള്ളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ബ്രെയിൻ ട്യൂമറിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ പാൻക്രിയാസിൻ്റെയും ലിവറിൻ്റെയും ഒക്കെ ജംഗ്ഷനിൽ, ആമാശയത്തിൻ്റെ ജംഗ്ഷനിലിരിക്കുന്ന ഒരു വലിയ ക്യാൻസറിൻ്റെ മുഴ. അത് നമ്മൾ ഈശോയുടെ സന്ദേശപ്രകാരം തന്നെ ഓപ്പൺ ചെയ്യാതെ കൊണ്ടു നടക്കുകയാണ്. പിന്നെ ഫൈനാൻഷ്യൽ ഇഷ്യൂസും പിന്നെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. എന്തായാലും ഈശോ അത് ഓപ്പൺ ചെയ്യണ്ട എന്നാണ് നമുക്ക് സന്ദേശം തന്നിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും മരണത്തിന് എപ്പോഴും മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുകയാണ്. ഞങ്ങൾക്കതിലൊരു പരാതിയില്ല. കാരണം ഈശോയുടെ തിരുശരീര രക്തം എന്നും സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ സന്തോഷം. ഈശോയുടെ പരിശുദ്ധ കുർബാനയിലേക്ക് പറ്റാവുന്നപ്പോഴൊക്കെ ഓടിപ്പോകാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ബലം. ഇനി ശാസ്ത്രത്തിന് കഴിവില്ലേ? ഉണ്ട് സഹോദരങ്ങളെ. നമ്മളെപ്പോഴും രോഗം വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചിരിക്കുകയല്ല വേണ്ടത്. ഉടനടി നല്ല ഹോസ്പിറ്റലിൽ പോകണം. ദൈവം അവരിൽ കൂടിയാണ് നമുക്ക് സൗഖ്യം തരിക. രോഗിക്ക് വൈദ്യനെ ആവശ്യമുണ്ട്. വൈദ്യനെ ബഹുമാനിക്കണം. ആയുർവേദ ആയാലും അലോപ്പതി ആയാലും ഹോമിയോ ആയാലും ഒക്കെ ഓരോന്നിനും ഓരോരോ ഗുണങ്ങളാണുള്ളത്. അപ്പോൾ എല്ലാം നമ്മൾ ട്രൈ ചെയ്യണം. അതിലൂടെ ദൈവം പ്രവർത്തിക്കും. നീ പരിശുദ്ധ കുർബാന എന്ന യാഗബലിയിൽ യോഗ്യതയോടെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഏത് വൈദ്യമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതിൽ കൂടെ ദൈവം പ്രവർത്തിക്കും. അങ്ങനെയാണ് അത്ഭുതം നടത്തുക. അല്ലാതെ ഇനിയിപ്പോൾ ലാസറിന് ഉയർപ്പിച്ച പോലെ ദൈവം തമ്പുരാൻ അവിടെ നിന്ന് തേരിറങ്ങി വന്നിട്ട് മോളെ ഉയർത്തി നിൽക്കുക അങ്ങനെയൊന്നും പറയുന്ന ആരും വിചാരിക്കരുത്. കാരണം നമ്മൾ പാപികളല്ലേ. നമ്മുടെ പാപത്തിന്റെ തോതനുസരിച്ചല്ലേ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റൂ. എങ്കിലും കർത്താവിന്റെ വലിയ കരുണ കൊണ്ട് ഞാനൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ്, എൻ്റെ ഭർത്താവും. അതുകൊണ്ട് തന്നെ ഞാൻ ഈശോയോട് ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞു, നിന്റെ ഉള്ള കാലത്തിനുള്ളിൽ പരിശുദ്ധ കുർബാന എന്താണെന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ ശുദ്ധീകരാത്മാക്കളെ കുറിച്ച് ഞാൻ ഈ പറയുന്നത്, ശുദ്ധീകരണ സ്ഥലമുണ്ട്, അവിടെ പീഡകൾ അനുഭവിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യുന്നതിൻ്റെയൊക്കെ എണ്ണി 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 വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന പോലെ അവസാനത്തെ ചില്ലിക്കാശ് വരെ കൊടുത്തു തീർക്കാതെ ആ പാറാവിൽ നിന്ന് നമുക്ക് രക്ഷയില്ല. അതുകൊണ്ട് ഈ ഒരു ബോധ്യത്തോടു കൂടി ജീവിക്കാനും യഥാർത്ഥ അനുതാപം നമുക്കുണ്ടാകാനും, തെറ്റുപറ്റിയിട്ടുണ്ടാകാം നമ്മുടെ ഭാഗത്ത്, പക്ഷെ അനുദപിക്കണം, തെറ്റ് തിരുത്തണം, ഇനിയും ആ തെറ്റിൽ വീഴാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ആർഭാടങ്ങളിലും മൂടി പിടിക്കുന്ന ബഹളങ്ങളിലൊക്കെ പെട്ട് നമ്മൾ നമ്മുടെ ആത്മീയത നശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പരിശുദ്ധ കുർബാനയിലേക്ക് ഓടി അണയണം. അവസാന കാലത്ത് അതുമാത്രമാണ് നമുക്കുള്ള രക്ഷ. പരിശുദ്ധ കുർബാന മാത്രമാണ് നമ്മുടെ രക്ഷ. അതുകൊണ്ട് മരിച്ചു പോയവർക്ക് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് കൊണ്ട് വലിയ ഫലമുണ്ട് എന്ന ഒരു വലിയ തെളിവാണ് എനിക്ക് ഈ ദിവസങ്ങളിൽ കിട്ടിയത്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ രാത്രി തന്നെ ഇത് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഒരു കുർബാനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ശുദ്ധീകരാത്മാക്കളെ നിരാശപ്പെടുത്താതെ, ആരെയൊക്കെ ഓർമ്മയിൽ വരുന്നുണ്ടോ, ആരെയൊക്കെ സ്വപ്നങ്ങൾ കാണുന്നുണ്ടോ, അവർക്കൊക്കെ കുർബാനകൾ അർപ്പിക്കണം. പണം കൊടുത്ത് കുർബാന അർപ്പിക്കാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ പോകുന്ന കുർബാന കരഞ്ഞ് പ്രാർത്ഥിക്കുക, കർത്താവേ ഈ കുർബാനയിൽ ഒഴുകുന്ന തിരുരക്തം, നിന്റെ തിരുശരീരം, നിന്റെ പാടുപീടുകൾ പിതാവായ ദൈവത്തിന് ഈ ആത്മാവിൻ്റെ കടങ്ങളുടെ പൊറുതിക്കായിട്ട് പരിശുദ്ധ അമ്മ വഴി ഞാൻ കാഴ്ചവെക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ പൈസ കൊടുക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ടല്ലേ കർത്താവ് സ്വീകരിക്കും. പൈസ കൊടുക്കാൻ നിർവാഹം ഉണ്ടെങ്കിൽ നീ കൊടുക്കണം. കാരണം അത് നിന്റെ സഹനത്തിന്റെ വിലയാണ്. ദാവീദ് രാജാവ് പറഞ്ഞ പോലെ, അരവനായുടെ മെതിക്കളത്തിൽ വെറുതെ കിട്ടുന്ന ഭൂമിയൊന്നും എനിക്ക് വേണ്ട, എൻ്റെ പൈസ കൊടുത്ത് ഞാൻ വിലയ്ക്ക് വാങ്ങും. അതിന് പ്രത്യേകമായിട്ടുള്ളൊരു വേറൊരു കൃപയുണ്ട്. അതുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാം. ഈ നവംബർ മാസത്തിൽ നിന്നല്ല, നമുക്ക് എപ്പോഴൊക്കെ കുർബാന അർപ്പിക്കാൻ പറ്റുമോ അപ്പോഴൊക്കെ കുർബാനകൾ മരിച്ചുപോയവർക്ക് വേണ്ടി കാഴ്ചവെക്കണം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് വലിയ കെട്ടുകളൊക്കെ കഴിയുന്നത് കാണാം, വലിയ കൃപകൾ വരുന്നത് കാണാം, നമ്മൾ പ്രതീക്ഷിക്കാത്ത വിടുതലുകൾ കിട്ടുന്നത് കാണാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഇതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.